പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് വിഷയത്തിൻ്റെ പിന്നിലും ദൈവത്തിന് പദ്ധതിയുണ്ട്. ദാനിയേൽ പ്രവചനത്തിൽ ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തെ സേവിക്കും എന്ന നിശ്ചയത്തിൽ നിന്നതുമൂലം അവർ വൻ പ്രതികൂലത്തിലൂടെ കടന്നുപോയി. ഈ ദൈവഭക്തരെ തീച്ചൂളയിൽ തള്ളിയിടുവാൻ രാജ്യവും തീരുമാനിച്ചു. അവിടെ എന്നെ സ്പർശിച്ച വേദഭാഗങ്ങളുണ്ട്. ഇന്ന് അതിരാവിലെ ദൈവത്തിൻ്റെ ആത്മാവനോട് ഇടപെട്ട വചനങ്ങളാണ്. അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഇവരെ തീച്ചൂളയിൽ ഇടുവാൻ പിടിച്ച് കെട്ടിക്കൊണ്ടുപോയത് മഹാബലവാന്മാരായിരുന്നു. ഭയങ്കര ആരോഗ്യവും മിടുക്കുമൊക്കെ ഉള്ളവരാ. അവിടെ എഴുതിയിരിക്കുന്നു, തീച്ചൂളയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. നോക്കിക്കേ, രാജാവ് തൻ്റെ ബലത്തിൽ നിന്ന് ചെയ്യുവാൻ കഴിയുന്നതെല്ലാം ഈ ദൈവഭക്തർക്ക് വിരോധമായി ചെയ്യുക. ശക്തരായ ബലവാന്മാരായ ആൾക്കാരെയാണ് ഈ ദൈവമക്കളെ പിടിച്ച് കെട്ടിക്കൊണ്ടുപോകുവാൻ തീരുമാനിച്ചത്. തീയുടെ ബലം വർദ്ധിപ്പിച്ചു, 7 മടങ്ങായി കൂട്ടി. എന്നിട്ട് ഇവരെ അതിനകത്ത് ഇടുവാൻ തീരുമാനിച്ചു. പക്ഷെ ഭക്തർ പറഞ്ഞു, എന്ത് വന്നാലും ഞങ്ങൾ ദൈവത്തെ തള്ളി പറയത്തില്ല, ബിംബത്തെ നമസ്കരിക്കത്തുമില്ല, ഞങ്ങളുടെ ദൈവത്തെ മാത്രമേ സേവിക്കത്തുള്ളൂ. അവിടെ അപ്രകാരം വെളിപ്പെട്ട പ്രതികൂലത്തിൽ ദൈവം എന്താ ചെയ്തതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. 1, ബലവാന്മാരായ ആ സൈന്യത്തിലെ ബലവാന്മാരായ വ്യക്തികൾ, ഈ ദൈവഭക്തന്മാരെ പിടിച്ചു കെട്ടിയ വ്യക്തികൾ തീയുടെ ചൂട് കാരണം ദഹിച്ചു പോയി. നോക്കിക്കേ, ശത്രു ഇല്ലാതായി. 2, അവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നു, ഈ 3 പേരെ തീച്ചൂളയിൽ ഇട്ടത്, പക്ഷേ 4മനായി ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി. മനസ്സിലായോ? പ്രതികൂലത്തിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം. 3, അവിടെ രാജാവ് പറയുന്നൊരു വാക്കുണ്ട്, നമ്മൾ 3 പേരെയല്ല ഇട്ടത്, പക്ഷേ 4മനായി ദൈവ രൂപമുള്ള ഒരാൾ അതിനകത്ത് കാണുന്നല്ലോ. നോക്കിക്കേ, ആ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ദൈവനാമം മഹത്വമെടുത്തു. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായോ? ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ആ പ്രതികൂലത്തിൽ ആര് നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നോ, ഏത് ശത്രുവാണോ നിങ്ങളെ അടക്കുമെന്ന് വാദിക്കുന്നത്, അതില്ലാതാകും. ധൈര്യമായിട്ടിരിക്കുക. ശത്രു നിങ്ങൾ പിന്നത്തേതിൽ കാണാതെ വണ്ണം നിങ്ങളുടെ മുന്നിൽ നിന്ന് മാറ്റപ്പെടും. 2, ഈ അഗ്നിസമമായ പ്രതികൂലത്തിൽ നിങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിക്കും. ചുറ്റും നിൽക്കുന്നവർ വലിയ തീയാ കാണുന്നേ, നിങ്ങൾ അതിനകത്ത് ഉരുകിപ്പോകുമെന്നാ ചിന്തിക്കുന്നേ. പക്ഷെ ഇല്ല, നിങ്ങൾ ആ പ്രതികൂലത്തിൽ, തീച്ചൂളയിൽ ദൈവ സാന്നിധ്യത്തിൽ ആനന്ദിക്കുകയായിരിക്കും. 3, ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധിയിൽ ദൈവനാമം മഹത്വമെടുക്കും. നിശ്ചയമാണ്, ജീവനുള്ളൊരു ദൈവമുണ്ട് എന്ന് മറ്റുള്ളവർ വാഴ്ത്തത്തക്കവണ്ണം, പറയത്തക്കവണ്ണം കർത്താവിൻ്റെ നാമം നിങ്ങളിൽ മഹത്വമെടുക്കും. അപ്പോൾ പിന്നെ പ്രതികൂലം നന്മയ്ക്കല്ലേ, നല്ലതിനല്ലേ? ഈ ദിവസങ്ങളിൽ ഏത് വിഷയമാണ് തരണം ചെയ്യുവാൻ കഴിയാതെ ഭാരപ്പെടുന്നത്? കർത്താവിൽ ഒന്ന് ഉറയ്ക്കുക, സമാധാനത്തോടെ ഇരിക്കുക. 1, വിരോധമായി നിൽക്കുന്ന ശത്രുവിനെ ഇനിയും നിങ്ങൾ കാണത്തില്ല. 2, ദൈവസാന്നിധ്യത്തിൽ നിങ്ങൾ ആനന്ദിക്കും. 3, ഇതിലൂടെ ദൈവനാമം മഹത്വമെടുക്കും. പ്രാർത്ഥിക്കാം. അപ്പാ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങയെ ബഹുമാനിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ ബ്ലസ് ചെയ്യുന്നു.
അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതെല്ലാം നന്മയ്ക്ക. ഹല്ലേലൂയ. മഹത്വം അപ്പായിക്ക്. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.